ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അങ്ങനെ വിരുന്നൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മളെ വീട്ടിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ മുതലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അപ്പം ചൂടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് കേട്ടോ ചിക്കൻ കറി. അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് എന്നിട്ടാണ് കേട്ടോ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ചായക്കുള്ള വെള്ളമൊക്കെ തിളക്കട്ടെ. അപ്പോൾ മാവ് അരക്കണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ 4:30ക്ക് എണീറ്റിനി. അപ്പോൾ അരച്ച് വെച്ചത് കേട്ടോ. ഞാനിന്ന് നോമ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ മോളെ കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനാണ് കേട്ടോ ഞാൻ പെറ്റടഞ്ഞത്. അപ്പോൾ നോമ്പുകളൊക്കെ കുറേ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോറ്റ് വീട്ടണം. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഇനി അങ്ങനെ ചില ദിവസമൊക്കെ നോക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ നോറ്റ് വീട്ടണം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചായക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് പിന്നെ നമ്മളെ ഉമ്മാക്കും മോളൂസിനൊക്കെ ചായയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. മോളൂസിനുള്ള ചായയൊക്കെ ഒന്ന് ചൂടാറ്റിങ്ങാണ്ട് അവൾക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് മധുരം ഇടാത്ത ചായയാണ് കേട്ടോ. അപ്പോൾ അതും വേറെ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മോളുണ്ട് കേട്ടോ. ഓൾക്കും ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കലുണ്ട് കേട്ടോ രാവിലെ. അപ്പോൾ ഞാനും ഓൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനും നിന്നു കേട്ടോ. പിന്നെ നമ്മൾ പപ്പായ അവിടെ അരിഞ്ഞ് വെച്ചിട്ടൊന്നും ഇല്ലേനി കേട്ടോ. അങ്ങനെ മുറിച്ച് വെച്ച ഒരു ഇതിൽ തന്നെ ഇനി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പപ്പായൊക്കെ ഒന്ന് നന്നാക്കാൻ നിൽക്കണത്. അപ്പോൾ പപ്പായ കൊണ്ടൊരു ഉപ്പേരിയും അതേപോലെ തന്നെ ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട് പറഞ്ഞല്ലോ. അപ്പോൾ അതുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മാക്കും നമ്മൾ മോളൂസിനും മാത്രമല്ലേ ഉച്ചക്കൊക്കെ. അപ്പോൾ അത് മതി കരുതി കേട്ടോ. കൂട്ടാനായിട്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. പിന്നെ രാത്രിക്കൊക്കെ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കരുതി കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അങ്ങനെ പപ്പായൊക്കെ ഞാൻ നന്നാക്കി റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ അരിഞ്ഞെടുക്കണമൊന്നുമില്ല കേട്ടോ. പിന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുക്കണത്. അരിയാൻ നിന്നപ്പോൾ നമ്മളെ മോൾക്ക് ഉറക്കം വന്നിട്ടോള് കരഞ്ഞപ്പോൾ പിന്നെ അതവിടെ വെച്ചുങ്ങാണ്ട് പിന്നെ ഓളെ ഉറക്കാനായിട്ട് പോയിക്കാണ് കേട്ടോ. അപ്പം ഞാനിതൊക്കെ ഒന്ന് നന്നാക്കി റെഡിയാക്കി വെക്കട്ടെ. പപ്പായൻ്റെ തൊലി കളയലൊക്കെ കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. കൗണ്ടർ ടോപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ടിരുന്നത്. അപ്പോൾ ഇതാ അത് കഴിഞ്ഞാണ്ട് നമ്മളെ ചോറിനില്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തേക്കൊന്നും പോകണില്ല കേട്ടോ. കുറച്ച് വെച്ചാൽ മതിയല്ലോ. ഉമ്മാക്കും മോളൂസിനും മാത്രമല്ലേ. രാത്രിക്കൊക്കെ ചോറുണ്ടെങ്കിൽ ചോറിനെ ആക്കണം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ മിഞ്ഞാന്നല്ലേ വന്നത്. അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ നല്ല പണിയും തിരക്കൊക്കെയാണ് കേട്ടോ. കാരണം കുറേ ദിവസം നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് വന്നാൽ പിന്നെ വീടൊക്കെ അടച്ചിട്ടതല്ലേ ഇനിയോ. അപ്പോൾ തട്ടിക്കോട്ടലും അങ്ങനെ ഇന്നലെ കുറേ എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഒന്നും വീഡിയോ ഒന്നും ഇടുന്നത്. അപ്പോൾ ഇന്നും ഉണ്ട് കേട്ടോ ഇനി കുറച്ചൊക്കെ എടുക്കാൻ. അങ്ങനെ കുറച്ചീച്ച എടുത്ത് അങ്ങനെ ഓരോ ഭാഗം ക്ലീൻ ആക്കി ഇടണമെന്നാണ് കേട്ടോ കരുതിയിരിക്കണ്. ഫുള്ളായിട്ടൊന്നും എടുക്കാൻ കഴിയൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അരിച്ചിലൊക്കെ കഴിഞ്ഞ് ഞാൻ പപ്പായൊക്കെ നന്നായിട്ട് കഴുകിങ്ങാണ്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകൊക്കെ കീറിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഗ്യാസ് അടുപ്പുമ്മ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ അടിച്ചു വരാനാണ് കേട്ടോ നിന്നിട്ടുള്ളത്. അപ്പോൾ എന്നും ചെയ്യണ മാതിരി തന്നെ ആദ്യം തന്നെ നമ്മൾ സിറ്റൗട്ടത്ത് ചവിട്ടിയൊക്കെ എടുത്ത് തട്ടിയൊക്കെ കുടഞ്ഞ് ഒരു ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അടിച്ചു വരാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ റൂമും ഹാളൊന്നും അടിച്ചു വരണമെന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരിയിടട്ടെ. അകത്തത്തെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുറത്ത് ഞാൻ പറഞ്ഞല്ലേ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ലേ ഇനി. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയിക്കാറല്ലേ. കുറേ ദിവസം എൻ്റെ വീട്ടിലേനിട്ടോ ഞാൻ. ഉമ്മ പിന്നെ താത്താൻ്റെ അടുത്തൊക്കെ ഇനി കേട്ടോ. അപ്പോൾ നമ്മളെ വീടിൻ്റെ നേരെ മുന്നിൽ തന്നെ കോൺക്രീറ്റ് ഇട്ട റോഡാണ് കേട്ടോ. അപ്പുറത്തെ സ്ഥലത്തെ കുറേ പുല്ലും കാടൊക്കെ ഇങ്ങനെ റോട്ടിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ ആ സൈഡൊക്കെ ഒന്ന് വെട്ടി ക്ലിയർ ആക്കിയാണ്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വരുന്നുണ്ട് കേട്ടോ. റോഡും അതേപോലെ തന്നെ മുറ്റവും ചുറ്റുഭാഗം അടിച്ചു വാരുന്നുണ്ട്. ഇന്നലെ കുറച്ചൊക്കെ അടിച്ചു വാരിന് കേട്ടോ. വലിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഇന്നലെ പോയി കിട്ടിയിട്ടുണ്ട്. ഇന്നലെ പിന്നെ മുറ്റത്തെ പുല്ലൊക്കെ പറിച്ചൊക്കെ ക്ലിയർ ആക്കിയിട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം പറിച്ചിട്ടില്ലേ, അപ്പോൾ ഇന്ന് അവിടെ ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ ചുറ്റുഭാഗം ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ അകത്തേക്ക് തന്നെ വന്നിട്ടുണ്ട്, കിച്ചണിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ, ഞാൻ കുക്ക് ചെയ്ത പാത്രങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മോറി വെക്കാണ്ട്, അപ്പോൾ അത് പെട്ടെന്നൊന്ന് മോറി വെക്കട്ടെ കേട്ടോ. അങ്ങനെ പാത്രം മോറിലൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ പപ്പായ ഇവിടെ അടുപ്പത്ത് വെച്ച് പോയതേനില്ലേ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്ത് അതിക്കൊഴിച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചൂടായപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് തുടക്കാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈ തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം പോയി തിരുമ്പാനും കുളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.